ഇപ്പോൾ ശ്രീമതി പി കെ ശ്രീമതി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ. ശ്രീമതി ടീച്ചർ, ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ മഹല്ലുകൾക്ക് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശത്തിന്റെ വാർത്തയാണ്. ഇസ്ലാമിക ആഘോഷങ്ങളിൽ സ്ത്രീകളെ പൊതുവിടങ്ങളിൽ പ്രദർശിപ്പിക്കരുത് എന്നാണ് സമസ്ത കാന്തപുരം വിഭാഗം പറഞ്ഞിരിക്കുന്നത്. അന്യപുരുഷന്മാർക്കിടയിൽ വേദിയിലോ പൊതുവിടത്തിലോ സ്ത്രീകളെ കൊണ്ടുവരരുത് എന്ന കാര്യം പറയുന്നു. സ്ത്രീകളെ പ്രദർശിപ്പിക്കരുത് എന്ന വാക്കാണ് പറയുന്നത്. ഇപ്പോൾ ഈ പുതിയ കാലത്തും ഇത്തരം പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്ന കാന്തപുരത്തെ പോലുള്ള നേതാക്കളെ എങ്ങനെയാണ് കാണുന്നത്? കേട്ടപ്പോ എനിക്ക് വല്ലാത്ത ശരിയാണ് വരുന്നത്. ഈ പ്രദർശനം എന്ന വാക്ക് തന്നെ എങ്ങനെയാണ് ഒരു ജീവനുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഉപയോഗിക്കുന്നത്? പ്രദർശിപ്പിക്കുക വസ്തുക്കളെയാണ് പ്രദർശിപ്പിക്കുക. ജീവനില്ലാത്ത വസ്തുക്കൾ പ്രദർശനത്തിന് വെക്കാറുണ്ട്. ഈ സ്ത്രീയെ പ്രദർശനത്തിന് വെക്കുമോ? ഇസ്ലാമിക മതത്തിൽ അങ്ങനെ എവിടെ എന്തെങ്കിലും പറയുന്നുണ്ടോ പ്രദർശനം? ഇപ്പൊ സ്ത്രീയെ മഹാനായ മുഹമ്മദ് നബി വളരെ ആദരവോടും വളരെയേറെ സ്ത്രീകളോട് പരിഗണന കൊടുക്കണം എന്നുള്ള രീതിയിലാണ് മതം പറയുന്നത്. പക്ഷെ മതമേധാവികളുടെ ഭാഗത്തു നിന്ന് ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള പൊതു ഇടങ്ങളിൽ സ്ത്രീകളെ പ്രദർശിപ്പിക്കരുത്. ഇത് ആരാണ് ഈ പ്രദർശിപ്പിക്കേണ്ടത്? സ്ത്രീകളെ നയിക്കാൻ ആരാണ് നിയോഗിക്കപ്പെട്ടവർ? എനിക്ക് മനസ്സിലാവുന്നില്ല. അത്തരം ഒരു പ്രയോഗം ആര് തന്നെ നടത്തിയാലും, എത്ര ഉന്നത സ്ഥാനത്തിരുന്ന് നടത്തിയാലും അതിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അതിശക്തമായിട്ട് ഇത്തരം പ്രയോഗങ്ങളെ, ഇത്തരം ഭാഷകളെ, പ്രദർശനം, സ്ത്രീയെ പ്രദർശിപ്പിക്കുക എന്ന ആ ഒരു വാക്ക് തന്നെ അങ്ങേറ്റം അധിക്ഷേപാർഹമാണ്. അത് പിൻവലിക്കണം എന്നുള്ളതാണ് ആര് തന്നെ പറഞ്ഞാലും. മതമേധാവികളൊക്കെ ബഹുമാന്യരായിരിക്കാം, പക്ഷെ സ്ത്രീകളോട് കാണിക്കുന്ന ഈ അവഗണനയും ഈ അധിക്ഷേപവും ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് വിനയപൂർവ്വം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്. ടീച്ചർ, ഇപ്പോൾ മഹല്ലുകൾക്കും മദ്രസകൾക്കും വാർത്താക്കുറിപ്പിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിലെ വാചകങ്ങളാണ് ഇപ്പോൾ നമ്മൾ നൽകിയിരിക്കുന്നത്. ടീച്ചർ പറഞ്ഞ പോലെ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജീവനുള്ളവയെ ഈ പ്രദർശിപ്പിക്കുക എന്ന് പറയില്ലോ. അപ്പോൾ മനുഷ്യനായി പോലും കാണുന്നില്ല എന്ന് വേണമെങ്കിൽ ഒരു തരത്തിലും അങ്ങനെയും വിലയിരുത്താൻ. യഥാർത്ഥത്തിൽ ഈ സമുദായ നേതാക്കളൊക്കെ നടത്തുന്ന പ്രതികരണങ്ങളോട് രാഷ്ട്രീയക്കാർ പൊതുവെ പ്രതികരിക്കാറില്ല. ടീച്ചർ അത് ധൈര്യപൂർവ്വം പ്രതികരിച്ചിരിക്കുന്നു. ഈ കാന്തപുരം തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന സമീപനം എടുക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ അതുകൂടി പല നേതാക്കളെയും പിന്നോട്ട് നിർത്തുന്നുണ്ടാവില്ലേ പ്രതികരിക്കുന്നത്? അല്ല, ഇടതുപക്ഷത്താണോ വലതുപക്ഷത്താണോ എന്നുള്ളതല്ല. ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന സ്ത്രീകളോട്, അത് ഇസ്ലാം മതത്തിൽപ്പെട്ടവരായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും, അവരെ പ്രദർശിപ്പിക്കരുത് എന്നൊക്കെ ഒരു ഭാഷ ഒരു സർക്കുലറിൽ എഴുതി അയക്കുന്നു എന്നൊക്കെ, ഒരു നോട്ടീസ് അയക്കുന്നു എന്നൊക്കെ പറയുമ്പോ അതിനേക്കാൾ അവഹേളനാപരമായിട്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റെന്താണുള്ളത്? തീർച്ചയായിട്ടും ശക്തമായി ഏതായാലും അപലപിക്കുകയാണ്. വളരെ നന്ദി ശ്രീമതി ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.